എക്സാം പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ട് പലരും പറയുന്നൊരു കേസാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. NT അറിഞ്ഞുകൊണ്ടൊന്നും ലീക്ക് ആയിട്ടുള്ളതല്ലല്ലോ, അടുത്ത എക്സാം കൂടി നടത്തും. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളുകൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇനി എക്സാം നടത്തുകയാണെങ്കിലും അവർക്ക് അതിൽ എക്സാം അറ്റൻഡ് ചെയ്തൂടെ, അവർക്ക് നല്ല മാർക്ക് വാങ്ങിക്കൂടെ എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, NTA നെറ്റ് എക്സാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു എക്സാം എന്നുള്ളതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അവർ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പല വീഡിയോകളിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നാണ് എക്സാമിനേഷൻ, തുടക്കത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അപ്ലിക്കേഷൻ തുടങ്ങുന്നത് സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ, തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ഹാങ്, അതുപോലെ തന്നെ അപ്ലിക്കേഷനിൽ മുമ്പ് പറയാത്ത പല കണ്ടീഷൻസും, അതിനെ സംബന്ധിച്ച് പലർക്കും ഫോട്ടോ എങ്ങനെയായിരിക്കണം, ആധാറിനെ കുറിച്ച്, NCL സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ്, അങ്ങനെ കുറേ ഈ കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നിട്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോൾ ടിക്കറ്റ് വരുന്നതിൽ ഒരുപാട് ലാഗിങ്. ഇനി ഹോൾ ടിക്കറ്റ് അങ്ങനെ ലാഗിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം മുമ്പ് മാത്രം ഹോൾ ടിക്കറ്റ് വരൽ. ആ വരുന്നതിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഒരുപാട് ദൂരപ്രദേശങ്ങളിലേക്കുള്ള സിറ്റി കിട്ടൽ, ആ സിറ്റിയിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, പോവാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ആ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വളരെ അൺഹെൽത്തി ആയിട്ടുള്ള, നോൺ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സാമിനേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള പലപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്, ഞാൻ വീണ്ടും പറയാണ്, അവർക്ക് പ്രോപ്പർ ഗൈഡ്ലൈൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. വല്ലാത്തൊരു ഫ്രിസ്കിങ്, ചില സ്ഥലങ്ങളിൽ ചിലത് അനുവദിക്കും, ചില സ്ഥലങ്ങളിൽ ചിലത് അനുവദിക്കില്ല. അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിൽ ഓരോ എക്സാമിനേഷൻ ഹാളിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ. ഇനി എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തിയാൽ ഓൺലൈൻ എക്സാം ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഷട്ട് ഡൗണുകൾ, തുടങ്ങാൻ ലേറ്റ് ആവുന്നത്, ബാക്കിയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ്, ക്വസ്റ്റ്യൻസ് സ്ക്രോളിങ് അപ്പ്, സ്ക്രോളിങ് ഡൗൺ, ഇങ്ങനെയുള്ള കുറേ ആസ്പെക്റ്റുകൾ. പിന്നെ ആൻസർ കീ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ കീ ചലഞ്ചുകൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ, റിസൾട്ടിൻ്റെ പെൻഡിങ്, ഞാൻ റിസൾട്ടിലേക്കൊന്നും പോകുന്നില്ല, എക്സാം എഴുതുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് തൊട്ട് ഹോൾ ടിക്കറ്റ് വരുന്നത്, ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുന്നത്, സെൻറ്റർ കിട്ടുന്നത്, സെൻറ്ററിൽ പോകുന്നത്, പരീക്ഷ ഹാളിൽ എത്തുന്നത്, പരീക്ഷ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്, പരീക്ഷ എഴുതുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഇനി ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് എക്സാം നീട്ടി വെക്കുന്ന സമയത്ത്, ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അല്ലാതെ പഠിച്ച പരീക്ഷ എഴുതുക, ആ പരീക്ഷയിൽ തോൽക്കുക, ആ പരീക്ഷയിൽ പഠിച്ചത് ഓർമ്മ വരാതിരിക്കുക എന്നുള്ള കാരണം മാത്രമല്ല. അപ്പം ഇതൊരു എക്സാം എക്സ്പീരിയൻസ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളത് അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഡെഫിനറ്റ്ലി പരീക്ഷയിൽ എല്ലാവരും വിജയിപ്പിക്കാൻ പറ്റണമെന്നില്ല, പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അറ്റ്ലീസ്റ്റ് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലും എല്ലാവരെയും വളരെ വളരെ ഹാപ്പി ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കംഫർട്ടബിൾ ആക്കാനെങ്കിലും അതോറിറ്റിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നെസസറി സ്റ്റെപ്സും അവരെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.